ഓരോ ദിവസവും ചൂട് കൂടി വരികയാണ്. ഇടുക്കിയിൽ കത്തി നിൽക്കുന്ന വേനൽ ചൂടിൽ ചില കാഴ്ചകൾ അപ്രത്യക്ഷമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മുടെ സന്ദീപ് പറയുന്നത്. പച്ചപ്പിന്റെ മനോഹാരിതയും തണുപ്പും തേടിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും കുറവാണ്. ഇത്തവണ വേനൽ ആരംഭത്തിൽ തന്നെ കനത്ത ചൂടാണ് ഹൈറേഞ്ചിൽ അനുഭവപ്പെടുന്നത്. നിറഞ്ഞ് ജലസമൃദ്ധമായി ഒഴുകിയിരുന്ന ജലപാതങ്ങളൊക്കെ മെലിഞ്ഞൊഴുകി തുടങ്ങിയിരിക്കുന്നു. മുതിരപ്പുഴയുടെ നടുഭാഗത്ത് പോലും വെള്ളമില്ല. ഇപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ്. വലിയ കുറവാണ്. ചൂടിൻ്റെയാണ്. വെള്ളച്ചാട്ടം കാണാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. ഇനിയിപ്പം വേനൽ കടുക്കുകയാണെങ്കിൽ ഈ വെള്ളം പറ്റില്ലേ? ഈ വെള്ളം ഇതുവരെ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ 500 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആളുകൾ വരുന്ന എത്രയായി? 2000, 1500, 2000 ഒക്കെ വരുമായിരുന്നു. ഗസ്റ്റ് തീരെ കുറവാണ്, വെള്ളം കുറവാണ്. ഒട്ടും തന്നെ ഇന്ന് 2 ദിവസമായിട്ട് ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങി നിൽക്കണം ഇങ്ങോട്ട്. താഴെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് ആൾ വരുന്നത്. തീരെ ആളില്ല ഇപ്പോൾ. ഞങ്ങൾക്കൊന്നും ഒരു കച്ചവടം ഇല്ല. കടകളിലൊക്കെ ആണെങ്കിലും കച്ചവടം തീരെ കുറവാണ്. നമുക്കിവിടെ ഞാനിവിടുത്തെ സ്റ്റാഫാണ്. പൊതുവേ കച്ചവടം കുറവാണ്. ഇവിടെ സ്റ്റാഫ് ഭയങ്കരമായിട്ട് കുറവാണ്. ഭയങ്കരമായ ചൂടാണ്. വരും ദിവസങ്ങളിൽ വേനൽ ചൂടിന്റെ കാഠിന്യമേറുന്നതോടെ നേർത്തൊഴുകുന്ന ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയെയാണ്. അതിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ആളുകളെയും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.